കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ താഴ്വാരങ്ങളിൽ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പീച്ചി. പീച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പീച്ചി അണക്കെട്ടും നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട വന്യജീവി സങ്കേതവുമാണ്. ഇന്ന് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി തൃശ്ശൂരിൻ്റെ കുടിവെള്ള സ്രോതസ്സ്, കാർഷിക മേഖലയുടെ ജീവനാടി, ഒരു സുപ്രധാന ഗവേഷണ കേന്ദ്രം എന്നീ നിലകളിൽ പീച്ചി വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്ന് നമുക്കറിയാം. പീച്ചി അണക്കെട്ടും ജലസേചനവും 1947 കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യരുടെ ദീർഘവീക്ഷണത്തിൽ ആരംഭിച്ചതാണ് പീച്ചി അണക്കെട്ട്. 1957 ഇത് നാടിനായി സമർപ്പിക്കപ്പെട്ടു. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 17,555 ഹെക്ടർ പ്രദേശത്ത് തൃശ്ശൂർ, ചാവക്കാട്, മുകുന്ദപുരം, തലപ്പള്ളി താലൂക്കുകളിലെ പാടശേഖരങ്ങളിൽ ജലസേചനം നടത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും 8ഓളം പഞ്ചായത്തുകളിലെയും കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രധാന സ്രോതസ്സ് പീച്ചിയാണ്. പ്രതിവർഷം 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ഇവിടെ നടക്കുന്നത്. അണക്കെട്ടിൽ നിന്നുള്ള ജലാശയത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. മനോഹരമായി പരിപാലിക്കുന്ന ഉദ്യാനവും ബോട്ടിംഗ് സൗകര്യവും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ അവസരം നൽകുന്നു. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സങ്കേതം 1958 നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണിത്. 125 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പാലപ്പള്ളി, നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗമാണിത്. ജൈവ വൈവിധ്യം: 50-ലധികം ഓർക്കിഡ് വർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ, തേക്ക്, ഈട്ടി തുടങ്ങിയ വിലയേറിയ മരങ്ങൾ ഇവിടത്തെ വനസമ്പത്താണ്. ഏഷ്യൻ ആന, പുള്ളിപ്പുലി, കടുവ, മ്ലാവ്, കാട്ടുപോത്ത് എന്നിവയടക്കം 25-ലധികം സസ്തനികളും 100-ലധികം പക്ഷി ഇനങ്ങളും ഇവിടെയുണ്ട്. 923 മീറ്റർ ഉയരത്തിലുള്ള പൊന്മുടി ഈ വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ്. കുറുമാലി, വടക്കഞ്ചേരി, മണലി നദികൾ ഈ വനത്തിലൂടെ ഒഴുകുന്നു. ഈ വനമേഖല ഈ നദികളുടെയെല്ലാം നീർത്തട സംരക്ഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. വനം വകുപ്പിൻ്റെ നേച്ചർ ക്യാമ്പുകളും ട്രക്കിങ്ങും ഇവിടെയുണ്ട്. ഗവേഷണ രംഗത്തെ പ്രാധാന്യം: കേരള വന ഗവേഷണ സ്ഥാപനം. പീച്ചിയുടെ പ്രാധാന്യം വെറും ടൂറിസത്തിലും ജലസേചനത്തിലും ഒതുങ്ങുന്നില്ല. 1975 സ്ഥാപിതമായ കേരള വന ഗവേഷണ സ്ഥാപനം KFRI സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. ഉഷ്ണമേഖലാ വനങ്ങളുടെ സംരക്ഷണം, ജൈവവൈവിധ്യ പഠനം, വനവികസനം, മുള, ഈട്ടി തുടങ്ങിയ മരങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദേശീയ, അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന സ്ഥാപനമാണിത്. ടിഷ്യൂ കൾച്ചർ ലാബ്, മോളിക്യുലർ ബയോളജി ലാബ്, എൻഡമോളജി വിഭാഗം, മ്യൂസിയങ്ങൾ തുടങ്ങിയ നൂതന ഗവേഷണ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ചുരുക്കത്തിൽ പീച്ചി എന്നത് അണക്കെട്ടിൻ്റെ എഞ്ചിനീയറിംഗ് വിസ്മയം, വന്യജീവി സങ്കേതത്തിൻ്റെ ജൈവസമ്പത്ത്, KFRIയുടെ ഗവേഷണ മികവ് എന്നിവ സമന്വയിക്കുന്ന ഒരു അപൂർവ കേന്ദ്രമാണ്. തൃശ്ശൂരുകാർക്ക് വെള്ളവും വൈദ്യുതിയും നൽകുന്ന, ഒപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ശാന്തമായ ഒരിടം ഒരുക്കുന്ന ഈ പ്രദേശത്തെ കൂടുതൽ മലിനീകരണമില്ലാതെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. പീച്ചി കേരളത്തിൻ്റെ പച്ചപ്പുള്ള ഭാവിക്കായുള്ള ഒരു വാഗ്ദാനമാണ്.